ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വാർഷിക പരീക്ഷയുടെ പരിസര പഠനത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചെയ്ത് നോക്കുന്നത്. 3ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് വേണമെങ്കിൽ STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യുക, STD 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ടല്ലേ. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന 6 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. പിന്നെ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ശേഷം നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനം 1. റോഡ് സുരക്ഷയുടെ ഭാഗമായി മിനിമോൾ തയ്യാറാക്കിയ ആൽബത്തിലെ ചില ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യം എ. ശരിയായവയ്ക്ക് നേരെ ശരി അടയാളവും തെറ്റായവയ്ക്ക് നേരെ തെറ്റടയാളവും ഇടുക. അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കൂ മക്കളെ. എന്താണ്, ഒരു കുട്ടി ബസ്സിലിരുന്ന് പുറത്തേക്ക് കൈയും തലയും ഇടുന്നതാണ് അല്ലേ. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് തെറ്റിടാം. പിന്നെ രണ്ടാമത്തേത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളോട് നിർത്താനായിട്ട് പറയുന്നതാണ് അല്ലേ. അപ്പോൾ അത് ശരിയാണ്, അത് ശരിയിടാം. മൂന്നാമത്തേത് ഓവർ സ്പീഡാണ്, അമിത വേഗതയിൽ, അതുപോലെ ഹെൽമെറ്റ് വെച്ചിട്ടുമില്ല, അങ്ങനെ പോകുന്നൊരു ചിത്രമാണ്, അതും തെറ്റാണ്, അതിന് നമുക്ക് തെറ്റിടാം. അവസാനത്തേത് സീബ്ര ലൈനിലൂടെ കുട്ടികൾ നടക്കുന്നതാണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. സീബ്ര ലൈനിലൂടെ വേണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് ശരിയിട്ട് കൊടുക്കാം. ഇതിൽ തന്നെയുള്ള ചോദ്യം ബി നോക്കൂ. നിങ്ങൾ വിവിധ വാഹനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. കൈയും തലയും പുറത്തിടരുത്, പുറത്തേക്ക് തുപ്പരുത്, സീറ്റിൽ പിടിച്ചിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ചോദ്യം സി. റോഡിൽ സീബ്ര ലൈൻ വരച്ചിട്ടുള്ളത് എന്തിനാണ്? ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളം രേഖപ്പെടുത്തുക. 1. വാഹനങ്ങൾ നിർത്തിയിടാൻ. 2. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ. 3. വാഹനങ്ങൾ വേഗത്തിൽ പോകാൻ. 4. റോഡിൻ്റെ വീതി എത്രയാണെന്ന് അറിയാൻ. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനാണ് റോഡിൽ സീബ്ര ലൈൻ വരച്ചിട്ടുള്ളത്. പ്രവർത്തനം 2. ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഒന്നാമത്തേത് ഒരു ഫ്ലാറ്റിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തേത് ഓടിട്ട വീടിൻ്റെ ചിത്രമാണ്. ചോദ്യം എ. ഇതിലെവിടെ താമസിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? എന്തുകൊണ്ട്? ഇത് നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഏതിലാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് എഴുതാം. ഓടിട്ട വീട്ടിൽ താമസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇത്തരം വീടുകൾ പ്രകൃതിക്ക് ദോഷകരമാവാത്തതാണ്. ഓടിട്ട വീടുകളിൽ ചൂടുകാലങ്ങളിൽ താമസിക്കാൻ നല്ല സുഖമാണ്. ഇനി നിങ്ങൾക്ക് ഫ്ലാറ്റാണ് ഇഷ്ടമെങ്കിൽ ഫ്ലാറ്റ് എന്ന് എഴുതാം. അതിനുള്ള കാരണവും എഴുതി ചേർക്കാം. എന്താണ്, അടുത്തടുത്ത് ഒരുപാട് ആളുകളെ, അയൽവാസികളെ കിട്ടുന്നത് കൊണ്ട് എനിക്ക് ഫ്ലാറ്റിൽ താമസിക്കാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ നാട്ടിൽ യാത്രയ്ക്ക് പോകാനും, അതുപോലെ ജോലിക്ക് പോകാനും, പിന്നെ യാത്ര ചെയ്യാനും, അതുപോലെ സ്കൂളിലേക്ക് പോകാനൊക്കെ സുഖകരം നഗരങ്ങളിലുള്ള ഫ്ലാറ്റിൽ താമസിക്കാനാണ്. അതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റാണ് ഇഷ്ടം എന്നും എഴുതി ചേർക്കാം. ഇതിലെ ചോദ്യം ബി. പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. മരങ്ങൾ മുറിച്ചു മാറ്റി ഒരിക്കലും വീട് നിർമ്മിക്കരുത്. ചിലവ് കുറഞ്ഞ രീതിയിൽ വീട് നിർമ്മിക്കണം. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കണം. വീടിൻ്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്യരുത്. ചോദ്യം സി. മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടിന് പറയുന്ന പേരെന്ത്? ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളം ഇടുക. എ. മഞ്ഞു വീട്, ബി. ഏറുമാടം, സി. ഫ്ലാറ്റ്, ഡി. ഇഗ്ലു. അപ്പോൾ മഞ്ഞുകട്ടകൾ കൊണ്ടുള്ള വീടിന് നമ്മൾ ഇഗ്ലു എന്നാണല്ലേ പറയാം മക്കളെ. അപ്പോൾ അതിന് ശരിയിട്ട് കൊടുക്കുക. പ്രവർത്തനം 3. ജലം അമൂല്യം. ചോദ്യം എ. വരൾച്ചയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളം രേഖപ്പെടുത്തുക. എ. കുളങ്ങൾ വറ്റിപ്പോകുന്നു, ബി. കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നു, സി. പുഴകൾ നിറയുന്നു, ഡി. കടുത്ത ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ വരൾച്ചയുമായി ബന്ധമില്ലാത്തത് പുഴകൾ നിറയുന്നു എന്നുള്ളതാണല്ലേ. പുഴകൾ ഒരിക്കലും നിറയില്ല, പുഴകൾ വറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ. ചോദ്യം ബി. ജലക്ഷാമം കൊണ്ട് നാം നേരിടുന്ന പ്രയാസങ്ങൾ എഴുതുക. കുടിക്കാൻ വെള്ളമുണ്ടാവില്ല, കുളിക്കാനും അലക്കാനും വെള്ളമുണ്ടാവില്ല, പാത്രം കഴുകാനും കാലികളെ കഴുകാനും വാഹനങ്ങൾ കഴുകാനും ചെടി നനയ്ക്കാനും വെള്ളമുണ്ടാവില്ല, വരൾച്ച രൂക്ഷമാവും, പല അസുഖങ്ങളും ഉണ്ടാകും. ചോദ്യം സി. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഞാനിവിടെ പോസ്റ്ററിനുള്ള ക്വട്ടേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ മനോഹരമായിട്ടുള്ള, അതായത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ കൂടെ വരച്ചു കൊടുക്കണേ. ജലം നമ്മുടെ ജീവൻ, ജലം പാഴാക്കല്ലേ. അപ്പോൾ അതൊരു ക്വട്ടേഷൻ മാത്രം എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിത്രം കൂടെ വരച്ചാലേ പോസ്റ്റർ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. പ്രവർത്തനം 4. രാവും പകലും. ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്ന ചിത്രമാണ് ഇത്. ചോദ്യം എ. ചിത്രത്തിൽ സൂര്യൻ്റെ സ്ഥാനം വരച്ചു ചേർക്കുക. സൂര്യൻ
ഉള്ള സ്ഥലത്ത് പകലും സൂര്യൻ ഇല്ലാത്ത സ്ഥലത്ത് ഇരുട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇരുട്ടാണുള്ളത്. അപ്പോൾ വെളിച്ചമുള്ള സ്ഥലത്താണ് എന്ത് സൂര്യൻ്റെ സ്ഥാനം വരിക. ഭൂമി കറങ്ങുമ്പോൾ ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ക്ലാസ്സിൽ ഒരു പരീക്ഷണം ചെയ്തിരുന്നല്ലോ. ചോദ്യം ബി. പരീക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ എന്തെല്ലാമാണ്? ഗ്ലോബ്, എമർജൻസി ലാമ്പ് എന്നീ 2 വസ്തുക്കളായിരുന്നല്ലേ ഉപയോഗിച്ചിരുന്നത്? പരീക്ഷണം ഓർക്കുന്നില്ലേ മക്കളെ? നമ്മൾ ഗ്ലോബ് തിരിക്കുന്നു, ഒരു ഭാഗത്ത് എമർജൻസി ലാമ്പ് കത്തിക്കുന്നു. അപ്പോൾ എമർജൻസി ലാമ്പിൻ്റെ വെളിച്ചമുള്ളിടത്ത് പകലും വെളിച്ചമില്ലാത്ത മറുഭാഗത്ത് ഇരുട്ടും ആയിരിക്കും. ഗ്ലോബ് തിരിച്ച് നമ്മൾ ഈ പരീക്ഷണം തുടർന്ന് നോക്കുക. അത്ഭുതങ്ങളുടെ കലവറയാണ് ഭൂമി. ഭൂമിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. ഭൂമിയിൽ കരഭാഗമാണ് കൂടുതൽ. സൂര്യൻ കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നത്. ഗ്ലോബിൽ നീല നിറത്തിൽ കാണുന്ന ഭാഗം കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഗ്ലോബ് സഹായകമാണ്. കടൽ ഭാഗമാണ് ഭൂമിയിൽ കൂടുതലുള്ളത്. ഭൂമിക്ക് പരന്ന ആകൃതിയാണ്. അപ്പോൾ ഇതിൽ ചിലത് ശരിയും ചിലത് തെറ്റുമാണ് അല്ലേ എഴുതിയിട്ടുള്ളത്? ചോദ്യം എന്താണ്? ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ എഴുതുക. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ശരിയായത് ഏതൊക്കെയാണ് മക്കളെ? ഗ്ലോബിൽ നീല നിറത്തിൽ കാണുന്ന ഭാഗം കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. കടൽ ഭാഗമാണ് ഭൂമിയിൽ കൂടുതലുള്ളത്. ഈ 3 ഇതിൽ ശരിയായിട്ട് തന്നിട്ടുള്ളത്. പ്രവർത്തനം 5. കേരളത്തിലൂടെ. ആനന്ദിൻ്റെ സ്കൂളിൽ നിന്നും പഠനയാത്ര പോയ സംഘം ഇപ്പോൾ ആലപ്പുഴയിലാണ്. ഇവർക്ക് ആലപ്പുഴയിൽ നിന്ന് തീവണ്ടി മാർഗം കോഴിക്കോട്ടേക്ക് പോകണം. ചോദ്യം എ. കോഴിക്കോടെത്താൻ അവർക്ക് ഏതെല്ലാം ജില്ലയിലൂടെ സഞ്ചരിക്കണം? അപ്പോൾ റെയിൽപാതയുടെ സിമ്പൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? അവരിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയുടെ അടുത്ത് ആലപ്പുഴയിലാണ്. ഇനി അവിടേക്ക് ഏതിലൂടെയൊക്കെ പോകണം മക്കളെ? എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ കോഴിക്കോട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ചോദ്യം ബി. ആനന്ദും കൂട്ടുകാരും നിങ്ങളുടെ ജില്ല സന്ദർശിക്കുകയാണെങ്കിൽ അവർക്ക് കാണുന്നതിന് ഏതെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നിങ്ങൾ നിർദ്ദേശിക്കുക? അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ബീച്ചുകൾ, പാർക്കുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, സ്മാരകങ്ങൾ, പള്ളി, അമ്പലം, ചർച്ച് അതൊക്കെ ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ജില്ല മാറുന്നതിനനുസരിച്ച് സ്ഥലങ്ങൾ മാറും. അതുകൊണ്ടാണ് മാം എഴുതാത്തത്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്